ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അയോധ്യാകാന്ഡം. വാത്മീകി ആശ്രമപ്രവേശം. ഉദ്ധാനവും ചെയ്തുഷസി മുനീവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയും ഉത്തീര്യ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാർദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാത്മീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം. ഉത്തമവൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമാഫലദലസംയുതം. തത്ര ഗത്വാ സമാസീനം മുനീകുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം. കന്ദർപ്പസുന്ദരമിന്ദീവരക്ഷണം ഇന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം. ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണനിപൂഢം ജടാമകുടോജ്വലം. ജാനകീലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാത്മീകിയും തഥാ. സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഢം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപുണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടഥ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുമധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ. ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊന്നരയിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണം അരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളുമായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി
ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്റെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം ദേ സുഖമന്ദിരം. ശാന്തരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകൾ കാഞ്ചനാതുല്യമതികളാം ശ്രേഷ്ഠമതികൾ വനസ്ഥവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം ദേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപമില്ലല്ലോ. സർവവും മായേതി നിശ്ചിന്യ വാഴുന്ന ദിവ്യമനസ്ഥവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുദ്രഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലതും. യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭജന്തം പരം ചിൽഘനം വേദസ്വരൂപം അനന്തമേകം സദാം. വേദാന്തവേദ്യമാദ്യം ജഗൽകാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താദരം സർവഗതം പരമാത്മാമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദസേവരന്മാരായ സന്തതം ത്വന്നാമമന്ത്ര ജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാന്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിധേ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമാ മഹീമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകഥ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോര മഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്ന് തുഷ്ട്യാ മുനീവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരൻ ആത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുദ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ.
ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം, നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. ഇത്തമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്താൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചൊരോതരം. താപസന്മാർ നിന്നരുളുന്നതിക്കിന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യ തപോധന സംഗമഹേതുനാ ശുദ്ധമായി വന്നിതന്നന്തക്കരണവും. തെക്വാധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന. രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം പദാന്തികെ ദൃഷ്ട്വാ മുനിവരന്മാരരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സുസ്ഥ്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യാഫലം വരും സജ്ജന സംഗമാത് വിദ്യുജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചോ. ദുർവൃത്തനേറ്റം ദ്വിജാധമാനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷ്യനെന്നാകിലും. രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണനീയൻ പ്രയത്നേന ദുഷ്ടോപിവാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. യുദ്ധമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരാമേത്യവം ത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടിനേൻ ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാകൂതരാൽ. വാത്മീകമധ്യേതോ നിന്നു ജനിക്കയാൽ അമുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാത്മീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാത്മന വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തരുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാജ്ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുത കാണുന്നതിനവകാശവും. വന്നീതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലാപതേ. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു
മോദകരസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാനന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കുന്നരുൾ ചെയ്ത് മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ടുമേവിനാർ ദേവമുനീവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതു പോലെ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വനവാസകാലത്ത് അദ്ദേഹം ഭരദ്വാജ ആശ്രമത്തിൽ എത്തുകയുണ്ടായി. അവിടെ നിന്ന് ഒരു രാത്രി മുനിയോടൊപ്പം കഴിഞ്ഞ് പലതരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തി ശേഷം ഭരദ്വാജ മുനിയുടെ പുത്രന്മാരായ ഋഷിമാരോടൊപ്പം കാനനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അടുത്തതായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണകുമാരനും സീതാദേവിയും പോകുന്നത് വാത്മീകിയുടെ ആശ്രമത്തിലേക്കാണ്. ആ ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. നോക്കൂ, വാത്മീകി ആശ്രമ പ്രവേശം. ഉദ്ധാനവും ചെയ്തുഷസ്സി മുനീവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയെയും ഉത്തീര്യ താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും രാവിലെ തന്നെ എഴുന്നേറ്റ് ഭരദ്വാജ മുനിയുടെ പുത്രന്മാരായ ആ ഋഷികുമാരന്മാരോടൊത്ത് ഉത്തമയായ കാളിന്ദി നദി യമുനാ നദിയാണ്. യമുനാ നദി കടന്ന് താപസന്മാർ കാട്ടിക്കൊടുത്ത ആ വഴിയെ അവർ ചിത്രകൂടാദ്രിയെ പ്രാപിക്കുകയാണ്. ചിത്രകൂടാചലത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് തത്ര വാത്മീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷ ലതാ പരിശോഭിതം നിത്യ കുസുമ ഫല ദല സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. അപ്പോൾ അങ്ങനെ ചിത്രകൂട പർവ്വതത്തിലെത്തി. അവിടെ പല മുനിമാർ നിറഞ്ഞു നിൽക്കുന്നതും പലതരത്തിലുള്ള നാനാതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ളതും നല്ല നല്ല മരങ്ങൾ, അതായത് ഉപയോഗപ്രദമായ നല്ല ഉത്തമ വൃക്ഷങ്ങൾ, ആ ഉത്തമ വൃക്ഷങ്ങളുടെ മേൽ പടർന്നു കയറിയിരിക്കുന്ന വള്ളികൾ എന്നിവ കൊണ്ട് പരിശോഭിക്കുന്നതും, അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഈ മരത്തിലെ പൂക്കളും കായ്കളും തളിരുകളും ഒക്കെയുണ്ട്. അങ്ങനെ അതോട് മനോഹരമായിട്ടും അതുപോലെ തന്നെ നിർമ്മലവുമായിട്ടുള്ള ആ ആശ്രമത്തിലേക്ക്, ആരുടെ ആശ്രമം? വാത്മീകി മഹർഷിയുടെ ആശ്രമം അവർ കാണുകയുണ്ടായി. അപ്പോൾ ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ട് തത്ര ഗത്വാ സമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിയൻ. മുനികുല സത്തമനായ ആ വാത്മീകി മഹർഷിയെ കണ്ട് അദ്ദേഹത്തെ വണങ്ങുകയാണ്. തുടർന്ന് നോക്കൂ, രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പ സുന്ദരം ഇന്ദീവരക്ഷണം ഇന്ദ്രാദി വൃന്ദാര കൈരഭീ വന്ദിതം ബാണതൂണീര ധനുർധരം വിഷ്ടപത്രാണാ നിപുണം ജഡാമകുടോജ്വലം ജാനകി ലക്ഷ്മണോപേതം രഘുത്തമം
മാനവേന്ദ്രം കണ്ട് വാത്മീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർനേടിനാൻ. അവിടെയാണ് അർത്ഥം പൂർത്തിയാകുന്നത്. അപ്പോൾ വാത്മീകി മഹർഷി കാണുകയാണ് രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം. ലക്ഷ്മീകാന്തനും കാമദേവനെ പോലുള്ളവനും അത്രയും സുന്ദരനും അതുപോലെ തന്നെ നീലത്താമര ഇതൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവഗണങ്ങളാൽ അഭിവന്ദിക്കപ്പെടുന്നവനും ബാണതുണീരങ്ങളൊക്കെ വഹിച്ചവനും, അതായത് അമ്പും ആവനാഴിയും ഒക്കെ വില്ലും ഒക്കെ ധരിച്ചിട്ടുള്ളവനുമായ ആ ലോകത്തെ ത്രാണനം ചെയ്യുന്നവനായ ത്രാണ നിപുണം, ലോകത്തെ രക്ഷിക്കുന്നതിൽ അത്ര സമർത്ഥനുമായ ജടാമകുടോജ്വലം, ജടാമകുടം കൊണ്ട് ശോഭിക്കുന്നവനും സീത, ലക്ഷ്മണൻ എന്നിവരോട് കൂടിയവനും ഏത് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവനും ആ മനോഹരനും ആ കോമളനും ശ്യാമളനും മോഹനും, ആർക്കും കണ്ടാലും മോഹം ജനിപ്പിക്കുന്നവനും ആ വീരനും രഘുകുല നായകനുമായ ആ ശ്രീരാമനെ കണ്ട് വാത്മീകി മഹർഷി സന്തോഷ ബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ട് വാത്മീകി ആനന്ദക്കണ്ണീർ നിറഞ്ഞ തൻ്റെ കണ്ണുകളോടെ ശ്രീരാമൻ്റെ തിരുമൈ മുറുകെ ഗാഠം ആലിംഗനം ചെയ്യുകയുണ്ടായി. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ട് അർഘ്യ പാദ്യാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥന് സാദരം പക്വ മധുര മധു ഫല മൂലങ്ങളൊക്കെ നിവേദിച്ച് ഭോജനാർത്ഥം മുതാ ഭുക്ത്വ പരിശ്രമം തീർത്ത് രഘുവരൻ നത്വ മുനിവരൻ തന്നോടരുൾ ചെയ്തു. അർത്ഥപൂർത്തി എവിടെയാണ്? അപ്പോൾ നാരായണം പരമാനന്ദ വിഗ്രഹം, പരമാനന്ദ സ്വരൂപനും കാരുണ്യാമൃതരൂപനും, കാരുണ്യ പീയൂഷസാഗരം മാനുഷം, കാരുണ്യാമൃതം നിറഞ്ഞ ആ സമുദ്രവും അതുപോലെ തന്നെ കാരുണ്യ പീയൂഷസാഗരമാണ്, കാരുണ്യക്കടലാണ് ഭഗവാൻ. പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം, ലോകവന്ദ്യനാണ്, ലോകം മുഴുവൻ പൂജിക്കുന്നവനായ ഭഗവാൻ. രാജീവലോചനം, താമരക്കണ്ണനും അതുപോലെ തന്നെ രാജേന്ദ്രശേഖരനും ആയ ആ നാരായണൻ, ഭക്തി പൂണ്ട് ആ നാരായണന്, ആ ജഗത്സ്വരൂപന്, മനുഷ്യനായി അവതരിച്ച ആ ഭഗവാന് വാത്മീകി മഹർഷി ഭക്തി പൂണ്ട് അർഘ്യ പാദ്യാദികൾ കൊണ്ടത്, പൂജാദികൾ കൊണ്ട്, പാദ്യം മുതലായവ കൊണ്ട്, അർഘ്യം പാദ്യം എന്നിവ കൊണ്ട് ഭക്തിപൂർവം പൂജിച്ചതിന് ശേഷം ആ മോക്ഷപ്രദായനായ മുക്തിപ്രദനായ ആ ഭഗവാന് മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ്. മധുര പക്വഫലങ്ങൾ, പഴുത്ത് മധുരമുള്ള ഫലങ്ങൾ കൊടുക്കുകയാണ്. തേന്, കിഴങ്ങ് മുതലായവ വളരെ ആദരവോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭുവും അനുജൻ ലക്ഷ്മണനും സീതാദേവിയൊക്കെ വളരെ ദൂരം നടന്ന് വളരെ ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ അവരുടെ ആ പരിശ്രമമെല്ലാം ഈ മധു ഫലമൂലാദികളൊക്കെ കൊടുത്ത് അതൊക്കെ കഴിപ്പിച്ച് അവരുടെ ക്ഷീണമെല്ലാം തീർത്ത്, അപ്പോൾ അങ്ങനെ ക്ഷീണമെല്ലാം തീർത്തിരിക്കുന്ന ആ സമയത്ത് ആ രഘുവരൻ നത്വ മുനിയെ നമസ്കരിച്ചിട്ട്, വാത്മീകി മഹർഷിയെ നമസ്കരിച്ചിട്ട് ആ മുനിവരനോട് ഇപ്രകാരം പറയുകയുണ്ടായി. ശ്രീരാമൻ പറയുകയാണ്, താതാജ്ഞയ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. അപ്പോൾ രാമൻ പറയുകയാണ്, അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച്
ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. വേദാന്തിയായ താങ്കൾക്ക് എല്ലാം അറിയാമല്ലോ, വാത്മീകി മഹർഷിക്ക് എല്ലാം അറിയാമല്ലോ, വേദാന്തികൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം. രാമൻ പറയുകയാണ്, എനിക്ക് സീതയോടൊന്നിച്ച് ലക്ഷ്മണനോടൊന്നിച്ച് പാർക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞു തരണം. ഈ പ്രദേശത്ത് കുറച്ച് നാൾ താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തന്നെയുമല്ല, അങ്ങേപോലെയുള്ള ദിവ്യന്മാരിരിക്കുന്ന ഈ ഒരു മംഗളകരമായ ശുഭകരമായ ഈ ദേശത്ത് താമസിക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷപ്രദവുമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയ സ്ഥലം ഏതാണ് അങ്ങെനിക്ക് കാണിച്ചു തരണമെന്നാണ് വാത്മീകി മഹർഷിയോട് രാമൻ പറയുന്നത്. അത് കേട്ടിട്ട് മഹർഷി പറയുകയാണ്, എന്നത് കേട്ട് വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണം അരുൾ ചെയ്തു. പ്രകാരം വാത്മീകി മഹർഷി അത് കേട്ടിട്ട് പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറയുകയാണ്, സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ. വാത്മീകി മഹർഷി പറയുകയാണ്, പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഭഗവാനെ, പരമാത്മസ്വരൂപനായ അങ്ങയിലാണല്ലോ സമസ്ത ലോകങ്ങളും വസിക്കുന്നത്. അങ്ങനെയുള്ള നീ എല്ലാ ലോകങ്ങളിലും വസിക്കുന്നയാളാണ്. ഭഗവാനെ, അങ്ങയിലാണ് എല്ലാ ലോകങ്ങളും വസിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ എല്ലാ ലോകത്തിലും വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഒരു സാധാരണമായ വാസസ്ഥലം അങ്ങയ്ക്ക് നിർദ്ദേശിക്കാൻ എനിക്ക് എങ്ങനെയാണ് കഴിയുക ഭഗവാനെ എന്ന് ചോദിക്കുന്നു. അപ്പം ഇന്ന് അങ്ങ് സീതയുമൊത്ത് സീതാസഹിതനായി വാഴുവാനായിട്ട് സീതയുമൊത്ത് സുഖമായി വസിക്കുവാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ചോദിക്കുകയാൽ ആ ഒരു പ്രത്യേകതയുള്ള, അതായത് നാമവിശേഷണത്തോടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള ആ ഒരു സ്ഥലത്തെ പറ്റി ഞാൻ പറയാം. അങ്ങ് വസിക്കുന്ന സ്ഥലം ഏതൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം എന്ന് വാത്മീകി മഹർഷി പറയുന്നു. ഈ ഒരു സ്ഥലം നമ്മളും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാമൻ, ഭഗവാൻ, ആ പരമാത്മ ചൈതന്യം വസിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. നോക്കൂ, വാത്മീകി മഹർഷി പറയുകയാണ്, സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. ആദ്യം മഹർഷി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, സന്തുഷ്ടരും സമദർശികളും എല്ലാവരെയും ഒരേപോലെ കാണുന്നവരുമായ സകല ജന്തുക്കളിലും ആരിലും ഒരു ദേഷ്യമില്ലാത്ത മനസ്സോടുകൂടിയവരും ശാന്തരായിട്ട് അങ്ങയെ ഭജിക്കുന്നവരുടെയും മനസ്സ്, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് സുഖവാസത്തിന് കൊള്ളാവുന്ന ഭവനമാണ്. ശ്രദ്ധിക്കുക. തുടർന്ന് പറയുന്നു, നിത്യ ധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. തുടർന്ന് പറയുന്നു, ഭഗവാനെ, സനാതന ധർമാധർമ്മങ്ങളെ, അതായത് സനാതനമായ ധർമാധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച്, ധർമ്മം അധർമ്മം ഇതൊന്നും സത്വമതികൾക്ക് ഒന്നുമല്ല, എല്ലാം ഒരേപോലെയാണ് അവർക്ക്. അപ്പോൾ ഈ ധർമാധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഭക്തിയോടുകൂടി നിന്നെ ആരാണോ ഭജിക്കുന്നത്, അപ്പം അവരുടെ മനസ്സ്, അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് വസിക്കാനുള്ള ഉത്തമമായ ഗൃഹമാണ്. രണ്ടാമത്തെ ഗൃഹം ഏതാന്ന് പറയുകയാണ്. തുടർന്ന് പറയുന്നു, നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി
ത്വൻ മന്ത്ര ജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം. തുടർന്ന് പറയുന്നു, നിത്യവും നിത്യധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് നേരത്തെ പറഞ്ഞല്ലോ. പിന്നീട് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച്, നിത്യവും നീയേ ശരണമെന്ന വിചാരത്തോടുകൂടി ദ്വന്ദ്വഭാവമോ രണ്ടെന്ന ഭാവമോ ഇല്ലാതെ, മോഹങ്ങൾ ഇല്ലാതെ, കർമ്മത്തിലെ ഫലകാംക്ഷയില്ലാതെ നിന്റെ നാമം മാത്രം ജപിക്കുന്നവരുടെ ഹൃദയകമലം അല്ലയോ ഭഗവാനെ നിനക്ക് സുഖമായി വസിക്കുവാനുള്ള ഉത്തമ സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ അക്കമിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത്? തുടർന്ന് പറയുന്നു, ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്ത രാഗ ദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. പിന്നീട് പറയുകയാണ്, ശാന്തരും ശാന്തരായി നിരഹങ്കാരികളായിട്ട്, അഹങ്കാരമില്ലാത്തവരായിട്ട്, രാഗദ്വേഷ മാനസന്മാരായിട്ട്, എന്നുവെച്ചാൽ രാഗമോ ദ്വേഷമോ ഒന്നുമില്ലാതെ, അതാ അഹങ്കാരം രാഗദ്വേഷങ്ങൾ എന്നിവയൊക്കെ അകന്ന് കളഞ്ഞ് ശാന്തമനസ്കരായിട്ട് മാറിയവരാണ് രാഗദ്വേഷങ്ങളില്ലാത്തവരെന്ന് പറയുന്നത്. അപ്പോൾ അവരും അതേപോലെ തന്നെ ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികൾ, അതായത് ലോഷ്ടം എന്ന് പറഞ്ഞാൽ മൺകട്ടയാണ്, പിന്നെ അതുപോലെ തന്നെ അശ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ അശ്മം കല്ല്, ലോഷ്ടം എന്ന് പറഞ്ഞാൽ മൺകട്ടയാണ്, കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. അപ്പോൾ ഈ മൺകട്ടയും കല്ലും സ്വർണവും ഒക്കെ തുല്യമായിട്ട് കരുതുന്നവരാണ് ശ്രേഷ്ഠമതികൾ. ഇതിലൊന്നും അവർക്ക് ആഗ്രഹമില്ല. മൺകട്ടയും അതുപോലെ തന്നെ കല്ലും സ്വർണവും ഒക്കെ ഒരേപോലെ വരുന്നു. നമ്മൾ സാധാരണ ലൗകികരാണെങ്കിലോ മൺകട്ടയും കല്ലും ഒക്കെ ദൂരെ എടുത്തു കളഞ്ഞാൽ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകും അല്ലേ. സ്വർണത്തിലാണ് കാംക്ഷ നമ്മൾക്ക്, ആ ദ്രവ്യത്തിൽ കാംക്ഷയാണ്, മോഹമാണ് നമുക്കുള്ളത്. എന്നാൽ ശ്രേഷ്ഠമതികളായ അവർക്ക് ഇതെല്ലാം സമമാണ്, ഒന്നിനോട് മമതയില്ലാത്ത അവസ്ഥ. ഏതിനോട് മാത്രമേ മമതയുള്ളൂ? ഭഗവാനോട് മാത്രം. അങ്ങനെയുള്ള ആ ശ്രേഷ്ഠമതികളുടെ മനസ്സ് അല്ലയോ ഭഗവാന് അങ്ങയുടെ സുഖവാസ കേന്ദ്രമാണ്, അല്ലെങ്കിൽ അങ്ങയുടെ സുഖവാസത്തിന് യോഗ്യമായ മന്ദിരമാണ്. തുടർന്ന് നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായൊരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസ മന്ദിരം. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ സമസ്ത കർമ്മങ്ങളും സമർപ്പിച്ച്, നിന്നിൽ എല്ലാ കർമ്മങ്ങളും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ആ മനസ്സോടുകൂടി സന്തുഷ്ടരായിട്ട് ആരാണോ കഴിയുന്നത് അവരുടെ മനസ്സ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ സുഖവാസ മന്ദിരമാണ്. തുടർന്ന് പറയുന്നു, ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപമില്ല, സർവവും മായേരി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. തുടർന്ന് പറയുന്നു, ആഗ്രഹത്തിന് നമ്മൾ മനുഷ്യരെങ്ങനെയാണ്, ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് മോഹിക്കും, ആ മോഹിച്ചത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാകും അല്ലേ. എന്നാൽ മോഹിച്ചത് ലഭിച്ചാൽ സന്തോഷിക്കാതെയും ഇഷ്ടമില്ലാത്തത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമായിരിക്കും ഉണ്ടാവുക അല്ലേ. എന്നാൽ മഹാന്മാർക്ക് അങ്ങനെയല്ല, അവരെ ഇഷ്ടമില്ലാത്തത് വന്നു ചേർന്നാലും അവർക്ക് ദുഃഖമൊന്നുമില്ല, അമിതമായി സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല, ആഗ്രഹമില്ലാത്ത. അങ്ങനെ സകലതിനും മായയാണ് എന്ന് കരുതി ജീവിക്കുന്ന അവരുടെ മനസ്സ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ വാസസ്ഥലമാണ്. തുടർന്ന് ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ, ക്ഷുദ്രിഡ് ഭയ ദുഃഖ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. തുടർന്ന് ഇവിടെ പറയുകയാണ്, ഷഡ്ഭാവ ഭേദ വികാരങ്ങൾ. ഷഡ്ഭാവം എന്ന് പറഞ്ഞാൽ 6 അവസ്ഥകൾ. ഈ 6 അവസ്ഥകൾ ഏതൊക്കെയാണ്? ജനനം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 അവസ്ഥകൾ കൊണ്ടുണ്ടാകുന്ന വികാരങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ തന്നെ ഏതിനേയുള്ളൂ? ശരീരത്തിനേയുള്ളൂ, ദേഹത്തിനേയുള്ളൂ. ഈ ക്ഷുദ്രിഡ് ഭയ ദുഃഖ സുഖാദികൾ, അതായത് ഈ വിശപ്പ്, ദാഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഈ സുഖദുഃഖാദികളൊന്നും ഏതിനെ ബാധിക്കുന്നില്ല? ആത്മാവിനെ ബാധിക്കുന്നില്ല. ചിത്തേ വിചാരിക്കിൽ ആത്മാവിനില്ലേതും, ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന്
മനസ്സിലാക്കിയിട്ട് ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസ മന്ദിരം. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്, അതായത് ജനനം, ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഈ 6 അവസ്ഥകൾ ശരീരത്തിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അത് ആത്മാവിന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ വിശപ്പ്, ദാഹം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖാദികൾ അത് ആർക്കേ ഉള്ളൂ? ശരീരത്തിനേ ഉള്ളൂ. ഏതിനെ ബാധിക്കുന്നില്ല? ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഈശ്വരനെ ആരാണോ ഭജിക്കുന്നത്, യുദ്ധം ഉറച്ച് ഭജിക്കുന്നവരുടെ മനസ്സ്, ചിത്തം അങ്ങയുടെ സുഖവാസത്തിന് യോഗ്യമായ മന്ദിരമാണെന്ന് വാത്മീകി മഹർഷി പറയുകയാണ്. തുടർന്ന് യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം വേദസ്വരൂപം അനന്തമേകം സതാം വേദാന്ത വേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മം അച്യുതം. അതായത് യാതൊരുത്തനാണോ ഭവന്തം പരം ചിൽഘനം വിജ്ഞാനമൂർത്തിയും, അതുപോലെ തന്നെ വേദാന്ത സ്വരൂപനും, വേദസ്വരൂപം അനന്തമേകം, അതായത് വേദാന്ത വേദ്യനും അനന്തനും ഏകനും, അതുപോലെ തന്നെ വേദാന്ത വേദ്യൻ ഉപനിഷത്തുകളാൽ അറിയപ്പെടുന്നവനും ആദ്യനുമായ ആ പരബ്രഹ്മനായ അച്യുതനെ സർവഗുഹാശയസ്ഥം സമാധാരം, നാദാന്തരൂപം എന്ന് വെച്ചാൽ ശബ്ദസ്വരൂപനാണ്, ശബ്ദബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ. അതുപോലെ തന്നെ പരബ്രഹ്മമാണ്, അച്യുതനാണ്, നാശമില്ലാത്തവനാണ്. സർവഗുഹാശയസ്ഥം, സകലതിനെയും ഉള്ളിൽ വസിക്കുന്നവൻ, സർവ്വതിൻ്റെയും ഉള്ളിൽ വസിക്കുന്നവനാണ്. സർവഗുഹാശയസ്ഥം, സർവ്വതിൻ്റെയും ഉള്ളിൽ വസിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ സമസ്ത ആധാരം, എല്ലാത്തിനും ആധാരമായിട്ടുള്ളവനും, സർവഗതം, സർവവ്യാപിയും, പരമാത്മാനം അലേപകം, അപ്പം ഒന്നിനും പറ്റി നിൽക്കാത്തവനും, സർവവ്യാപിയാണ് എന്നാൽ ഒന്നിനും പറ്റി നിൽക്കാത്തവനും, എന്നാൽ സർവഗതം, എല്ലാത്തിനെയും പ്രാപിച്ചവനുമായ ആ ഒരു വാസുദേവനെ, ആ വാസുദേവനായ ആ ഭഗവാനെ വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതേ. അപ്പോൾ പറയുകയാണ് വാത്മീകി മഹർഷി, സർവവ്യാപിയും എന്നാൽ ഒന്നിനോട് പറ്റി നിൽക്കാത്തവനും സർവ്വതിലും വ്യാപിച്ചു നിൽക്കുന്നവനുമായ ആ വാസുദേവൻ ഭക്തർക്ക് സദാ എപ്പോഴും മനസ്സിൽ, അവരുടെ ആത്മാവിൽ സദാ ദർശിക്കുന്നവന്, അവരുടെ മനസ്സ് ആ സീതാസമേതനായി വസിക്കുവാനായിട്ട് അല്ലയോ ശ്രീപദേ അങ്ങേക്ക് യോജിച്ച മന്ദിരമാണ്. എന്നുവെച്ചാൽ ആരാണോ ഭഗവാനെ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ സീതാസമേതനായിട്ട് ഭഗവാൻ വസിക്കുന്നതാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് ഭഗവാനെ അവിടത്തേക്ക് വസിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയുകയാണ്. തുടർന്ന് സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ത്വൽപാദ സേവാരതാത്മനാം സന്തതം ത്വന്നാമമന്ത്ര ജപ ശുചിസന്തോഷേതസാം ഭക്തി ദ്രവാത്മാനം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ. അല്ലയോ ഭഗവാനെ, ചിന്താമണി എന്നൊരു മണിയാണ്. ആ മണിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എന്താണോ വിചാരിക്കുന്നത് അതൊക്കെ സാധിച്ചു കൊടുക്കുന്നത് ചിന്താമണിയാണ്. അല്ലാതെ ഇവിടെ പറയുന്നത് എല്ലാ അഭിഷ്ടങ്ങൾക്കും ചിന്താമണിയാണ്. കാരുണ്യവാരിധിയാണ് ഭഗവാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഭഗവാനെ നിരന്തരമായി സന്തത അഭ്യാസ ദൃഢീകൃത ചേതസാം, നിരന്തരമായ യോഗ പരിശീലനത്താൽ ഉറച്ച മനസ്സുള്ളവരും, സന്തതം ത്വൽപാദ സേവാരതാത്മനാം, അങ്ങയുടെ പാദത്തിൽ ഉറച്ച മനസ്സോടുകൂടി അല്ലെങ്കിൽ പാദസേവയിൽ, അങ്ങയുടെ പാദസേവയിൽ താല്പര്യം ഉള്ളവരുമായ, അങ്ങയുടെ നാമമന്ത്രങ്ങൾ ത്വൻ നാമമന്ത്ര ജപസ്സുചി, അങ്ങയുടെ നാമമന്ത്രങ്ങൾ സദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ മനസ്കരായ, സന്തോഷചേതസരായ, ശുദ്ധവും സന്തോഷവും ഉള്ള മനസ്കരായ, മനസ്സുള്ളവരുമായ, അതുപോലെ തന്നെ അന്തർഗതനായി അവിടെ ഭക്തിദ്രവാത്മാന, ഭക്തി കൊണ്ട് അലിഞ്ഞ ഹൃദയമുള്ളവരുമായ, അല്ലയോ
ഭക്തന്മാരിൽ അല്ലയോ ഭഗവാനെ അങ്ങ് വസിക്കുന്നു. അപ്പോൾ ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വാത്മീകി മഹർഷി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാനുള്ള വാസസ്ഥലമുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടി ഇവിടെ നിങ്ങളിൽ ഉണരേണ്ടതാണ്. അപ്പം എങ്ങനെയാണ് ഭഗവാൻ വസിക്കുന്ന മന്ദിരമായിട്ട് നമ്മുടെ മനസ്സ് മാറ്റേണ്ടത് എന്ന് വ്യക്തമായിട്ട് വാത്മീകി മഹർഷി ഈ ഭാഗത്തിലൂടെ പറയുന്നുണ്ട്. തുടർന്ന് വാത്മീകി മഹർഷിയുടെ ആത്മകഥ അദ്ദേഹം പറയുകയാണ്. വാത്മീകിയുടെ ആത്മകഥ ഇപ്രകാരമാണ്: കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതും അല്ലല്ലോ, ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ. ഇവിടെ പറയുകയാണ്, കർണാനന്ദകരമായ അങ്ങയുടെ നാമമാഹാത്മ്യം വർണ്ണിക്കാനായിട്ട് ആർക്കാണ് കഴിയുക? അല്ലയോ ചിൽ സ്വരൂപനായ ഭഗവാനെ, അവിടുത്തെ ആ ഒരു മാഹാത്മ്യം കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായി തീർന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്. നോക്കൂ, ഒരു കാട്ടാളനെ പോലും ബ്രഹ്മർഷിയാക്കി മാറ്റാൻ കഴിവുള്ള മന്ത്രമാണ് രാമമന്ത്രം. അതുകൊണ്ട് സദാ നാം എപ്പോഴും രാമനാമജപത്തിൽ തൽപരരായിരിക്കണം എന്നുകൂടി ഇവിടെ രാമായണകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാത്മീകി മഹർഷി പറയുകയാണ്, ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം, ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ, ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം, പുത്രരെയും വളരെ ജനിപ്പിച്ചു നിസ്ത്രപം ചോരന്മാരോട് കൂടെ ചേർന്നു. വാത്മീകി മഹർഷി പറയുകയാണ്, ദുർമതി ഞാൻ, ദുർമതിയായ ദുഷ്ടബുദ്ധിയായ ഞാൻ പണ്ട് ദുഷ്ടബുദ്ധികളായ കാട്ടാളന്മാരോടുകൂടി ചേർന്ന് വളരെ നിർമര്യാദകൾ, മര്യാദയില്ലാത്ത പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മുമ്പ് ജന്മം കൊണ്ട് മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ബ്രാഹ്മണ്യവും ബ്രാഹ്മണ കർമ്മവും ഒക്കെ ഞാൻ ഉപേക്ഷിച്ച് ശൂദ്രന്മാരുടെ ആചാരങ്ങളിൽ തൽപരനാകുകയും അങ്ങനെ ഒരു ശൂദ്ര യുവതിയുമായിട്ട് വളരെ കാലം കഴിയുകയും അവളിൽ ധാരാളം പുത്രന്മാരെയും ജനിപ്പിക്കുകയും ചെയ്തു. പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോട് കൂടെ ചേർന്നു. യാതൊരു നാണവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ കള്ളന്മാരോട് കൂടി ചേർന്ന് കള്ളനായിട്ട് മാറി, വലിയൊരു കള്ളനായിട്ട് മാറുകയാണ് ഉണ്ടായത്. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. അങ്ങനെ കള്ളനായിട്ട് ദിവസവും ഞാൻ ധാരാളം മൃഗങ്ങളെ ചതിച്ചു കൊല്ലുകയുണ്ടായി, ധാരാളം മനുഷ്യരെ കൊല്ലുകയുണ്ടായി. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും, എത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. അങ്ങനെ ധാരാളം ബ്രാഹ്മണരുടെ വസ്തുവകകൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ കയ്യിലുള്ള ധനമൊക്കെ ഞാൻ പിടിച്ച് കവർന്നെടുത്തിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ ഏകദ മുനീന്ദ്രവനത്തിൽ നിന്ന് ഏകദ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ. അങ്ങനെ ഒരിക്കൽ മുനീന്ദ്രവനത്തിൽ നിന്ന് സപ്തർഷികൾ വരുന്നത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായിട്ട്. സപ്തർഷികൾ വരുന്നത് കണ്ടിട്ട് അവരുടെ വസ്ത്രാദികളൊക്കെ പിടിച്ചു പറിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മൂഢനായ ഞാൻ അവിടെ ഓടിയെത്തി, അവരുടെ അന്ത്യത്തിലേക്ക് ഓടിയെത്തി. മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമം എന്നോടരുൾ ചെയ്തു. ഇങ്ങനെ ഓടിയെടുക്കുന്ന മൂഢനായ എന്നെ കാണുകയാണ് അവർ. മഹർഷിമാരെങ്ങനെയുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഉച്ചസൂര്യനെ പോലെ തേജോരൂപികളാണ് ആ മഹർഷിമാര്. അവര് നിർദ്ദയം അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ ആരോരുമില്ലാത്ത, അവിടെയെങ്ങും ആളും മണ്ണും മാഞ്ചാതി ഇല്ല എന്ന് പറയില്ലേ, അതേപോലെ ആരോരുമില്ലാത്ത ആ കൊടുങ്കാട്ടിൽ വെച്ച് അവര്
എന്നെ കണ്ടിട്ട് സംഭ്രമത്തോടുകൂടി അവരെന്നോട് പറയുകയാണ്, തിഷ്ട തിഷ്ട ത്വയാ കർത്തവ്യമത്ര കിം. അവർ പറയുകയാണ്, നിൽക്കൂ നിൽക്കൂ, നീ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ദുർമതേ, പരമാർത്ഥം പറക. ദുർബുദ്ധി, നീ എന്ത് ചെയ്യാനാണ് ഈ പോകുന്നത്? ഞങ്ങളോട് സത്യം പറക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. അപ്പൊ മഹർഷിമാര്, നിൽക്ക്, നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മുനിമാര് ചോദിച്ചപ്പോൾ കഠോരചിത്തനായ നിഷ്ഠൂരാത്മാവായ കഠോരചിത്തനായ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പുത്രധാരാദികളുണ്ടെനിക്ക് എത്രയും ക്ഷുദ്രട് പീഡിതന്മാരായിരിക്കുന്നു. എനിക്ക് ഭാര്യയും ധാരാളം പുത്രന്മാരുമുണ്ട്. അവരാണെങ്കിലോ വിശപ്പും ദാഹവും കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. അതിൽ തന്നെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വഴിപോക്കരിൽ നിന്നും ദിവസവും ഞാൻ ഇങ്ങനെ പലതും പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യം പിടിച്ചു പറിക്കുമാറുണ്ടാവും. നിങ്ങളോടും ഗ്രഹിച്ചിടണം. ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. അങ്ങനെ പിടിച്ചുപറിയാണ് എൻ്റെ തൊഴിൽ. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ചെന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. അപ്പൊ ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ആ മഹർഷിമാര് സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇപ്രകാരം എന്നോട് പറയുകയുണ്ടായി, എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ? അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് അവർ പറയുന്നത്? എങ്കില് നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ പറയുന്നത് കേൾക്കുക. നീ നിന്റെ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് നിന്റെ കുടുംബത്തിൽ ചെന്നിട്ട് കുടുംബത്തിനോട് ഇങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപകർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നത്. അതായത് പിടിച്ചുപറിക്കലും കൊലപാതകവും ഒക്കെ പാപകർമ്മമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ പാപങ്ങളുടെ പങ്ക് നിങ്ങൾ കൂടി പങ്കിട്ട് വാങ്ങുമോ എന്ന് വീട്ടിൽ പോയി ചോദിച്ചു വരാനായിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടും അത്രൈവ ഞങ്ങൾ നിസ്സംശയം. നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചു വരുന്നത് വരെ, തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പോകാതെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നു. അക്കാര്യത്തിൽ നിനക്ക് സംശയം വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് നീ വേഗം പോയിട്ട് വരിക എന്ന് പറഞ്ഞു. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്ന് ഞാൻ ചൊന്നതിന് ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. ഉടനെ തന്നെ ഞാൻ മഹർഷിമാര് സപ്തർഷികൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പോകുകയുണ്ടായി. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പങ്ക്, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ പങ്ക് നിങ്ങൾ പകുതി വാങ്ങുമോ എന്നാണ് ചോദിക്കുന്നത്. പങ്കിട്ട് വാങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പുത്രന്മാരോടും ഭാര്യയോടും ചോദിക്കുന്നു മഹർഷിമാർ പറഞ്ഞത് കാര്യം. അപ്പം നിങ്ങളെ പോറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ധാരാളം ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഫലം നിങ്ങളും കൂടെ പങ്കിട്ടെടുക്കുമെന്ന് ചോദിക്കുന്നത്. അതോ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണമോ? സത്യം പറയണം നിങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? വളരെ പ്രസക്തമായ ഉത്തരമാണിത്. നോക്കൂ, നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. അത് അടിവരയിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. കാട്ടാളൻ്റെ ഭാര്യ പറയുകയാണ്, ദിവസവും
ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, കർമ്മം ചെയ്യുന്നത്, അതിൻ്റെ ഫലം ചെയ്യുന്ന ആളൊഴിച്ച് മറ്റാരെങ്കിലും അനുഭവിക്കുമോ? അവനവൻ ചെയ്യുന്ന, താൻ നിരന്തരം ചെയ്യുന്ന അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാനും അത് കേട്ട് ജാതനിർവേദനായി മാനസേ ഓരോതരം ചിന്തിച്ച് താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്ന് നമസ്കരിച്ചിടിന്. അപ്പം ഇവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് വിരക്തിയാണ് ഉണ്ടായത്. വിരക്തിയോടുകൂടി പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മഹർഷിമാരുടെ അവർ നിൽക്കുന്ന സ്ഥലത്തെത്തി അവരെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ അനശ്വരന്മാരായ ആ തപസ്വികളെ അവിടെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്ന് നമസ്കരിച്ചിടിനെ നിത്യ തപോധന സംഗമ ഹേതുനാ ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും. അങ്ങനെ അനശ്വരന്മാരായ ഈ തപസ്വികളുടെ ബന്ധനിമിത്തം എൻ്റെ മനസ്സ് ശുദ്ധമായി തീരുകയാണ് ഉണ്ടായത്. തുടർന്ന് തെക്വാ ധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനം. ഇപ്രകാരമാണ് പറഞ്ഞത്. ആ കാട്ടാളൻ വാത്മീകി മഹർഷി പറയുകയാണ്, കാട്ടാളനായ ഞാൻ തെക്വ ഉപേക്ഷിച്ചു ധനുശരാദ്യങ്ങൾ, എൻ്റെ ധനുസ് അമ്പും വില്ലും ഒക്കെ ഞാൻ ദൂരെ കളഞ്ഞിട്ട് മഹർഷിമാരുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളണമേ. എന്താണ് പറയുന്നത്? പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്, ഈ ദുർഗതിയിൽ വീഴുന്ന എന്നെ, ദുർഗതി സാഗരെ, ദുർഗതിയാകുന്ന ഈ സാഗരത്തില് നിമഗ്നനാകുന്ന വീഴുന്ന എന്നെ, നിർഗമിച്ചിടും എന്നെ, ഇങ്ങനെ കൈകാലിട്ടടിക്കുന്ന എന്നെ കരുണാത്മന, കരുണയോടുകൂടി എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ് അവരുടെ പാദങ്ങളിൽ പിടിച്ചുകൊണ്ട്. രക്ഷിച്ചു കൊള്ളണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മാന. മഹാത്മാക്കളുടെ ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതല്ലേ. സജ്ജനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. സ്പഷ്ടമിത്യുക്താപതിതം പദാന്തികെ ദൃഷ്ട മുനിവരന്മാരൽ ചെയ്തു. അപ്പം അങ്ങനെ മുനിവരന്മാരെ പ്രകാരം പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വത്യസ്തു ചിത്തശുദ്ധി സദൈവസ്തുതേ സദ്യഫലം വരും സജ്ജന സംഗമാത് വിദ്യുജ്ജനാനാം മഹത്വമേതാദൃശം. എന്താണ് പറയുന്നത്? എഴുന്നേൽക്കുക, ഉത്തിഷ്ഠ, നിനക്ക് മംഗളം ഭവിക്കട്ടെ, നിനക്ക് എല്ലായ്പ്പോഴും മനഃശുദ്ധി ഉണ്ടാകട്ടെ. സജ്ജന സംഘത്താൽ നിനക്ക് ഉടനെ ഫലം ലഭിക്കുന്നതാണ്. സജ്ജന സംഘം, അതാണ് സത്സംഗത്തിന്റെ ഫലം കൂടിയാണിത്. ഇവിടെ ശരിക്കും ഒരു സത്സംഗമാണ് നടക്കുന്നത്. നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമം എല്ലാ മാസവും സത്സംഗങ്ങൾ നടത്താറുണ്ട്. എല്ലാ ജില്ലക്കാരും സത്സംഗങ്ങൾ നടക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിലൂടെ നമ്മുടെ മനസ്സ് പവിത്രമാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാട്ടാളനായ ആ ഒരു കാട്ടാളൻ്റെ മനസ്സ് ശുദ്ധമായി അദ്ദേഹം വാത്മീകിയായി മാറാനുണ്ടായ കാരണം ഈ ഒരു സത്സംഗമാണ്. അപ്പം സത്സംഗത്തിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. മഹർഷിമാർ പറഞ്ഞു, എഴുന്നേൽക്കുക, ഈ സത്സംഗത്തിൻ്റെ, അതായത് സജ്ജന സത്സംഗത്തിൻ്റെ ഫലമായിട്ട് നിനക്കുടനെ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ്, സൽഫലം ലഭിക്കുന്നതാണ്. അതാണ് മഹാന്മാരുടെ, ഇത്തരത്തിലുള്ള വിദ്വാൻമാരുടെ മഹത്വം അതുതന്നെയാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ന് തന്നെ തരുന്നുണ്ടൊരു ഉപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും. ഇന്ന് തന്നെ നിനക്കൊരു ഉപദേശം തരും, അതുകൊണ്ട് നിനക്ക് ഒരു സൽഗതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ അവരെ അന്യോന്യം ആലോകനം ചെയ്ത് മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു, ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും
രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ ആണ് പറയുന്നത്. ധന്യരായ മഹർഷിമാര് അവര് പരസ്പരം അങ്ങോട്ട് നോക്കി. എന്നിട്ട് പറയാണ്, ഇയാള് ദുർവൃത്തനും ബ്രാഹ്മണാധമനും ഒക്കെയാണ്, പിന്നെ ദിവ്യജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവനൊക്കെയാണ്. എങ്കിലും രക്ഷിക്കണേ, എനിക്ക് ശരണം തരണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചവനാണ്. അവൻ എത്ര ദുഷ്ടനാണെങ്കിലും അവൻ പ്രയത്നം ചെയ്ത് രക്ഷിക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധം അവന് നൽകി, അവന് മോക്ഷമാർഗം കാട്ടിക്കൊടുത്ത് അവനെ രക്ഷിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ. അവനെ തീർച്ചയായിട്ടും ആ ഒരു ദുഷ്ടതയിൽ നിന്ന്, അവൻ്റെ ആ ജന്മദുഷ്ടതയിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന. പരബ്രഹ്മത്തിൻ്റെ ആ ബോധം അവന് നൽകിക്കൊണ്ട് അവനെ രക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു. പ്രകാരം യുദ്ധമുക്ത, പ്രകാരം പറഞ്ഞുകൊണ്ട് രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. അവരെന്താണ് പറയുന്നത്? അങ്ങനെ അവര് ആ ഒരു പരബ്രഹ്മത്തിൻ്റെ ആ ഒരു നാമം, ആ ഒരു അക്ഷരം, ആ വർണ്ണം ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? രാമനാമത്തിൻ്റെ രാമ എന്ന രണ്ടക്ഷരം അവര് എങ്ങനെ കൊടുത്തു എന്നാണ് പറയുന്നത്? വ്യത്യസ്ത വർണ്ണരൂപേണ. മര എന്നാണ് രാമ എന്നുള്ള പദം മര എന്നായിട്ടാണ് വാത്മീകി ആയിട്ടില്ല, രത്നാകരനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, ആ കാട്ടാളനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മര എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ അതെന്തായി മാറും? രാമമന്ത്രം. മര 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 രാമരാമ എന്നല്ല കേൾക്കുന്നത്, അതേപോലെയായിത്തീരും. അങ്ങനെ ആ ഒരു മര എന്ന് മറിച്ചിട്ടിട്ട് ഉപദേശിച്ചു. മനസ്സ് എന്നിട്ട് പറയുകയാണ്, ചിത്തം മരാമരേത്യേവം ജപിക്ക നീ. ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം നിരന്തരം നീ നിന്റെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിരന്തരം ഈ മര എന്ന് ജപിച്ചോളുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളിങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഞങ്ങള് തിരിച്ചു വരും, ആ സമയത്തും നീ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോകുകയാണ്, സപ്തർഷികൾ പോകുകയാണ് ചെയ്യുന്നത്. ഇത്തം അനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടൻ മാർഗത്തിലൂടെ അവര് പോവുകയാണ് ഉണ്ടായത്. നത്വാ മരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിത് മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാർ എഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്ന് ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനാൻ ആശു ന ഉദരാൽ നാകു ഉദരം ന അകു ഉദരാൽ. നാക്കു എന്ന് പറഞ്ഞാൽ ചിതലാണ്, ചിതൽപുറ്റാണ്. ഉദരം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, അങ്ങനെ മഹർഷീശ്വരന്മാര് ജപിച്ചുകൊണ്ടിരുന്നോളൂ, മര എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അനന്തരം മഹർഷിമാര് പോയ സമയത്ത് മര എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ശരീരത്തിന് ചുറ്റും ചിതൽപുറ്റ് വളർന്നെന്നെ മൂടി, ബാഹ്യമായി സകലതും ഞാൻ മറന്നുപോയി, ഒന്നിനെ മാത്രം ചിന്തയുണ്ടാകും. അതേപോലെയുള്ള ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. ആ വാത്മീകത്തിനുള്ളിൽ വാത്മീകത്തിൻ്റെ ബാഹ്യലോകങ്ങളാകുന്ന ചിന്തയുടെ വാത്മീകത്തിൽ നിന്ന്, ആ പുറ്റിൽ നിന്ന് മാറി നമ്മൾ ആ ഒരു അന്തരാത്മാവിൻ്റെ ആ ചിന്തയിലേക്ക് മാറണമെന്നാണ് പറഞ്ഞു വരുന്നത്. വളരെ കാലം കഴിഞ്ഞ് അവര് സൂര്യൻ ഉദിച്ചതുപോലെ, ഗോപതിമാർ ഉദയം ചെയ്തതുപോലെ ആ മഹർഷിമാർ വരികയുണ്ടായി. അങ്ങനെ ആ മഹർഷിമാരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പുറ്റുകൊണ്ട് മൂടിപ്പോയിരുന്നു. ആ സമയത്ത് പുറത്തു വരൂ എന്ന് അവർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പുറത്തേക്ക് വന്നു. വാത്മീകം എന്ന് പറഞ്ഞാൽ പുറ്റെന്നാണ് അർത്ഥം. അപ്പോൾ വാത്മീക മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താൽ വാത്മീകിയ മാമനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകു നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും. അദ്ദേഹം പറയുകയാണ്, മഹർഷിമാര് വന്ന് എന്നോട് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വാത്മീകം, ആ പുറ്റിൻ്റെ അകത്ത് നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു. അങ്ങനെ വന്നതിനാൽ, വാൽമീകത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതിനാൽ എനിക്കൊരു നാമധേയം നൽകുകയുണ്ടായി. അത് വാൽമീകി എന്നാണ്. അങ്ങനെ
അവർ എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി. നീ വലിയ വേദജ്ഞനാകും, ബ്രഹ്മജ്ഞനായി തീരും എന്നുള്ള അനുഗ്രഹമൊക്കെ തന്നിട്ട് അവർ മടങ്ങിപ്പോവുകയുണ്ടായി. അന്നു മുതൽ ഞാൻ ഈ വിധത്തിൽ ഇങ്ങനെ രാമനാമം ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, രാമനാമത്തിൻ്റെ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ. അല്ലയോ ഭഗവാനെ, അല്ലയോ രാമ, രാമനാമത്തിൻ്റെ പ്രാഗൽഭ്യം, അതിൻ്റെ ആ ഒരു മഹത്വം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്. ഇന്ന് സീതാ സുമിത്രാത്മജരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. ഭഗവാനെ, ഞാൻ അങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ചിതൽപുറ്റു വന്ന് മൂടി എന്നുള്ള കാര്യം പറഞ്ഞു. വാത്മീകി എന്ന നാമധേയം ലഭിച്ച കാര്യം പറഞ്ഞു. അങ്ങനെ രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്. ഇന്ന് സീതയോടും ലക്ഷ്മണനോടും കൂടി കാരുണ്യനിധിയായ അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായതും എൻ്റെ മുൻജന്മ കർമ്മഫലം കൊണ്ട് തന്നെയാണ് എന്ന് പറയുകയുണ്ടായി വാത്മീകി. തുടർന്ന് പറയുന്നു, രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. വാത്മീകി മഹർഷി പറയുകയാണ്, രാജീവലോചനനും, ഏത് രാജീവലോചനം, താമരക്കണ്ണനും, രാമം ദയാപരം രാജേന്ദ്രശേഖരനും ദയാനിധിയും രഘുകുലോത്തമനും ആയ അല്ലയോ രാമ, അങ്ങയെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞതിനാൽ ഞാൻ ഇന്ന് പാപ വിമുക്തനായി എന്ന് പറയാം. ചക്ഷുഷ കണ്ണുകൊണ്ട് കാണായ മൂല വിമുക്തനായേനകം, എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മുക്തനായിരിക്കുന്നു. ത്രാണനിപുണ ത്രിദശകുലപതേ സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്ന് പറയുകയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങയെ കാണുന്നത് കൊണ്ട്, കണ്ടത് കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി. രക്ഷകനും ദേവസ്ഥനുമായ അല്ലയോ ഭഗവാനെ, അങ്ങ് സീതയോടൊത്ത് വസിക്കുവാനായിട്ട് ആനന്ദകരമായ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം, വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് സീതയാ സാർത്ഥകം വസിപ്പതിനായി മോദകര സ്ഥലം കാട്ടിത്തരുവാൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളിനാൻ അന്തികേ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാ മുനി. തൻ്റെ അരികത്ത് നിൽക്കുന്ന ശിഷ്യന്മാരോടുകൂടി ശ്രീരാമചന്ദ്ര പ്രഭുവിന് താമസിക്കാനുള്ള സ്ഥലം കാട്ടിക്കൊടുക്കാൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി 2 ശാലകളും നിർമ്മിച്ചിവിടെ ഇരിക്കെന്ന് അരുൾ ചെയ്തു. എന്താ പറഞ്ഞത്? ചിത്രകൂട പർവ്വതത്തിൻ്റെയും ഗംഗാനദിയുടെയും ഇടയിലായിട്ടുള്ള സ്ഥലത്ത് മനോഹരമായിട്ടുള്ള ഒരു ആശ്രമം നിർമ്മിച്ചു. ശേഷം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും 2 പർണശാലകൾ നിർമ്മിച്ച് ഇവിടെ വസിക്കുക എന്ന് ശ്രീരാമാദികളോട് വാത്മീകി അരുളി ചെയ്യുകയുണ്ടായി. തുടർന്ന് മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായി സദാ. അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു എങ്ങനെ കാമദേവന് തുല്യനായ ശ്രീരാമചന്ദ്ര പ്രഭു സീതയോടും നിർമ്മലനായ നിഷ്കളങ്കനായ ആ ലക്ഷ്മണകുമാരനോടും കൂടി ആ ബ്രഹ്മാനന്ദത്തിലൊക്കെ മുഴുകി അവിടെ വസിക്കുകയാണ്. എങ്ങനെയാണ് വസിക്കുന്നത്? മന്മഥതുല്യൻ ആയിട്ട് ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാത്മീകിയാൽ നിത്യപൂജിതനായിട്ട് വാത്മീകി മഹർഷിയാൽ പൂജിതനായിക്കൊണ്ട് അവിടെ കഴിയുകയാണ്. കാമ്യാംഗിയായ ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദം ഉൾക്കൊണ്ട് മേവിനാൽ ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നത് പോലെ. ദേവരാജൻ എപ്രകാരമാണോ, അതായത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ എപ്രകാരമാണോ സ്വർഗത്തിൽ ദേവർഷിമാരും ഇതുപോലെ ദേവന്മാരോടും ഒക്കെ സേവിതനായിട്ട് വാഴുന്നത് എപ്രകാരമാണോ അതേപോലെ വാത്മീകിയുടെ പൂജകൾ സ്വീകരിച്ചുകൊണ്ട് സീതയോടും ലക്ഷ്മണനോടും കൂടി ശ്രീരാമചന്ദ്രപ്രഭു ആനന്ദപൂർവ്വം അങ്ങനെ ചിത്രകൂടത്തിൽ വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് വരേണ്ടത് ദശരഥൻ്റെ ചരമമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.